പശ്ചിമേഷ്യയുടെ ചക്രവാളത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഉയരുന്ന തീപ്പൊരികൾ കേവലം ഒരു യുദ്ധത്തിന്റെ സൂചനയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തങ്ങൾക്ക് നേരെ തുടരുന്ന അധിനിവേശത്തിനും പ്രകോപനങ്ങൾക്കും ഇറാൻ നൽകുന്ന ശക്തമായ താക്കീതാണ്. സ്വന്തം മണ്ണിലെ നയതന്ത്ര കാര്യാലയത്തിനു നേരെ നടന്ന കടന്നാക്രമണത്തെ നിശബ്ദം സഹിക്കാനാവില്ലെന്ന പ്രഖ്യാപനത്തോടെ സയണിസ്റ്റ് ശക്തികളുടെ ധിക്കാരത്തിന് ഇറാൻ നൽകിയ ട്രൂ പ്രോമിസ് ലോകത്തിന് വ്യക്തമായൊരു സന്ദേശം നൽകിക്കഴിഞ്ഞു. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആയുധബലത്തിനു മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം പരമാധികാരവും അന്തസ്സും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഇറാന്റെ ഇച്ഛാശക്തി പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരാക്രമണമല്ല, മറിച്ച് ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രം തങ്ങളുടെ നിലനിൽപ്പിനായി നടത്തുന്ന ധീരമായ പ്രതിരോധമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ഭീരുത്വപരമായ ആക്രമണം ഇറാന്റെ ക്ഷമയുടെ നെല്ലിപ്പലകെ കാണുന്നതായിരുന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ കടന്നുകയറി ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചപ്പോൾ വെറുമൊരു നിശബ്ദ സാക്ഷിയായിരിക്കാൻ ഇറാൻ തയ്യാറായില്ല. വർഷങ്ങളായി തുടരുന്ന ഇസ്രായേലിന്റെ രഹസ്യ നീക്കങ്ങൾക്കും പ്രകോപനങ്ങൾക്കും അറുതി വരുത്താൻ നേരിട്ടുള്ള പോരാട്ടം തന്നെ വേണമെന്ന് ഇറാൻ തീരുമാനിച്ചത് ചരിത്രപരമായൊരു വഴിത്തിരിവായി. ലോകശക്തികളുടെ പിന്തുണയുള്ള ഒരു ശത്രുവിനെ ഭയപ്പെടാതെ തങ്ങളുടെ മണ്ണിൽ തൊട്ടാൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ സൈനിക നീക്കം വെറുമൊരു പ്രതികാരമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ ചെറുത്തുനിൽപ്പിന്റെ ഉജ്ജ്വലമായ അധ്യായമാണ്. ഇസ്രായേലിന്റെ ആധുനിക പ്രതിരോധ കവചങ്ങളെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക നീക്കങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ കരുത്തു തെളിയിച്ചത്. നൂറുകണക്കിന് ഡ്രോണുകളും അത്യാധുനിക ക്രൂയിസ് മിസൈലുകളും തൊടുത്തുവിട്ടതിലൂടെ തങ്ങളുടെ മണ്ണിൽ തൊട്ടാൽ ഏതു വൻശക്തിയുടെയും ഉറക്കം കെടുത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. കേവലം കുറച്ചു മിസൈലുകൾ വിക്ഷേപിക്കുക എന്നതിലുപരി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള വൻശക്തികൾ തീർത്ത സുരക്ഷാവലയങ്ങളെ ഭേദിച്ച് ശത്രുവിന്റെ ഹൃദയഭാഗത്ത് ആശങ്ക വിതയ്ക്കാൻ ഇറാന്റെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസിന് സാധിച്ചു. ഇസ്രായേൽ അവകാശപ്പെടുന്ന 99% പ്രതിരോധമെന്നത് വെറുമൊരു പ്രചാരണം മാത്രമാണെന്നും ഇറാന്റെ കൃത്യമായ ലക്ഷ്യങ്ങൾ ശത്രുവിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ചിട്ടുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി ഫലസ്തീൻ ജനതയെ വേട്ടയാടുന്ന ഇസ്രായേലിന് അവരുടെ അജേയത എന്ന മിഥ്യാധാരണ തിരുത്തിക്കൊടുക്കുക എന്നതായിരുന്നു ഇറാന്റെ പ്രധാന ലക്ഷ്യം. തങ്ങളുടെ പരമാധികാരത്തിനു നേരെ ഉയരുന്ന ഏതൊരു കൈയും വെട്ടിയറിയപ്പെടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകിയത്. ഇത് കേവലമൊരു ആക്രമണമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ ധിക്കാരത്തിനെതിരെയുള്ള നീതിയുക്തമായ മറുപടിയാണ്. ഇസ്രായേലിന്റെ ശതകോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ താരതമ്യേന കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാന് സാധിച്ചു എന്നത് വലിയൊരു നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ഒരേ സമയം ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണം നടത്തിക്കൊണ്ട് ശത്രുവിന്റെ ശ്രദ്ധ മാറ്റാനും ഇസ്രായേലിന്റെ പ്രതിരോധശേഷിയെ പരീക്ഷിക്കാനും ഇറാന് കഴിഞ്ഞു. ലെബനൻ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ പ്രതിരോധ സഖ്യങ്ങൾ ഇറാന്റെ നീക്കങ്ങൾക്ക് പിന്തുണയുമായി നിലകൊള്ളുന്നത് മേഖലയിൽ ഇറാന്റെ വർദ്ധിക്കുന്ന സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ അഹങ്കാരത്തിനു പിന്നിലെ യഥാർത്ഥ കരുത്ത് അമേരിക്കയുടെ അന്ധമായ പിന്തുണയാണെന്ന് ലോകത്തിന് ബോധ്യമായ ദിനങ്ങളായിരുന്നു കഴിഞ്ഞുപോയത്. മേഖലയിൽ സമാധാനം വേണമെന്ന് വാചാലമാകുമ്പോഴും ഇസ്രായേലിന് അത്യാധുനിക യുദ്ധക്കപ്പലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നൽകി യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ്. എന്നാൽ അമേരിക്കയുടെ ഈ രണ്ടു വള്ളിൽ കാൽവെച്ചുള്ള നയത്തെ ഇറാൻ തന്റെ കരുത്തുറ്റ സൈനിക നീക്കത്തിലൂടെ തുറന്നുകാട്ടി. തങ്ങളുടെ സാമ്പത്തിക മേഖലയെ തകർക്കാൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും സ്വന്തം പ്രതിരോധശേഷിയിൽ വികസിപ്പിച്ചെടുത്ത മിസൈലുകളിലൂടെ ഇറാൻ നൽകിയ മറുപടി സാമ്രാജ്യത്വ ശക്തികളെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇസ്രായേലിന്റെ ഓരോ കടന്നാക്രമണത്തിനു പിന്നിലും അമേരിക്കൻ ബുദ്ധിയുണ്ടെന്ന് ഇറാൻ കൃത്യമായി തിരിച്ചറിയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സംഘത്തെ നേരിടേണ്ടി വരുമ്പോഴും തന്റെ മണ്ണും വിഭവങ്ങളും സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ആർജവം പശ്ചിമേഷ്യയിലെ മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ നിലപാട് ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമോചന പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജ്ജമാണ് പകരുന്നത്. ഉപരോധങ്ങൾ കൊണ്ടൊരു ജനതയുടെ പോരാട്ടവീര്യത്തെ തളർത്താനാവില്ലെന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. പാശ്ചാത്യ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ സാന്നിധ്യമായി ഇറാൻ മാറുമ്പോൾ ലോകമുറ്റുനോക്കുന്നത് അവരുടെ തന്ത്രപരമായ നീക്കങ്ങളിലേക്കാണ്. കേവലമൊരു പ്രാദേശിക ശക്തി എന്നതിലുപരി ആഗോള സമ്പദ്വ്യവസ്ഥയുടെ നാഡീമിടിപ്പായ ഹോർമൂസ് കടലിടുക്കിന്റെ താക്കോൽ ഇറാന്റെ കൈവശമാണെന്നത് ശത്രുക്കളെ ഭയപ്പെടുത്തുന്നു. ലോകത്തിലെ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ പാതയുടെ കാവൽക്കാരായ ഇറാനെ പ്രകോപിപ്പിക്കുന്നത് ആഗോള വിപണിയിലെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് വൻശക്തികൾക്ക് നന്നായി അറിയാം. ഇറാൻ വെറുമൊരു രാജ്യമല്ല,
മറിച്ച് സാമ്രാജ്യത്വവിരുദ്ധ ചേരിയുടെ നട്ടെല്ലാണ്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഏകപക്ഷീയമായ അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ ഇറാന് കഴിയുന്നുണ്ട്. ഉപരോധങ്ങൾ കൊണ്ടൊരു ജനതയെ തകർക്കാമെന്ന പാശ്ചാത്യമോഹങ്ങൾ ഇറാന്റെ അത്യാധുനിക പ്രതിരോധ വിദ്യയ്ക്ക് മുന്നിൽ തകരുകയാണ്. ഗാസയിലെ നിസ്സഹായരായ ജനതയ്ക്കു വേണ്ടി ശബ്ദമുയർത്തുന്ന ഏകരാഷ്ട്രമെന്ന നിലയിൽ ഇറാന്റെ ഓരോ നീക്കവും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് ലോകത്തിലെ വലിയൊരു ഭാഗം കാണുന്നത്. ഇറാന്റെ പ്രതിരോധം പശ്ചിമേഷ്യയിൽ പുതിയൊരു ശക്തിസമവാക്യത്തെ രൂപപ്പെടുത്തുകയാണ്. അവിടെ ഭീഷണികൾക്ക് സ്ഥാനമില്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിനായുള്ള പോരാട്ടം മാത്രമാണ്. ഹോർമൂസ് കടലിടുക്കിലെ ചെറിയൊരു അസ്വസ്ഥത പോലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണമാകും. എന്നാൽ മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണമെന്ന നിലപാടാണ് പല വികസിത രാജ്യങ്ങളും പരോക്ഷമായി പങ്കുവയ്ക്കുന്നത്. ഇറാൻ, റഷ്യ, ചൈന അച്ചുതണ്ട് ശക്തിപ്പെടുന്നത് അമേരിക്കയുടെ ഏകലോക മേധാവിത്വത്തിന് അന്ത്യം കുറിക്കും. ഇതാഗോള രാഷ്ട്രീയത്തിൽ ഒരു തുല്യശക്തികളുടെ പോരാട്ടത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഇറാൻ നിർമ്മിത ഷാഹേദ് ഡ്രോണുകൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നാൽ ഫലപ്രദവുമായ പ്രതിരോധ ആയുധമായി മാറിയിരിക്കുന്നു. ഇന്ന് പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ഇസ്രായേലിന്റെ അധിനിവേശ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തുടരുന്ന അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ്. ഗാസയിൽ നിസ്സഹായരായ ജനതയെ വേട്ടയാടുന്ന ഇസ്രായേലിന് തങ്ങളുടെ വടക്കൻ അതിർത്തിയിലും ആകാശത്തും പുതിയൊരു മുന്നണി തുറക്കപ്പെട്ടത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇറാന്റെ പ്രതിരോധം ഇസ്രായേലിന്റെ സൈനികശേഷിയെ മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസത്തെയും തകർത്തിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയും അറബ് രാജ്യങ്ങളും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുമ്പോഴും തങ്ങളുടെ പരമാധികാരത്തിനു നേരെ ഇനിയൊരു കടന്നുകയറ്റമുണ്ടായാൽ അത് ഇസ്രായേലിന്റെ അന്ത്യമായിരിക്കുമെന്ന കർശന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. സൈനികമായി അതീവ ജാഗ്രത പുലർത്തുന്ന ഇറാൻ ഏതു നിമിഷവും ശത്രുവിനെ തകർക്കാൻ സജ്ജമായി നിൽക്കുന്നു. തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞത് ഇറാന്റെ നയതന്ത്രവും സൈനികവും വിജയമാണ്. പടിഞ്ഞാറൻ ശക്തികളുടെ പിന്തുണയുണ്ടായിട്ടും ഇസ്രായേൽ ഇന്ന് ഭയപ്പെടുന്നത് ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകളെയും ഡ്രോണുകളെയുമാണ്. ലോകം സമാധാനത്തിനായി കാത്തിരിക്കുമ്പോൾ അത് നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും അധിനിവേശ ശക്തികൾ പിന്മാറണമെന്നുമാണ് ഇറാന്റെ ഉറച്ച നിലപാട്. ഈ പോരാട്ടം കേവലം അതിർത്തികൾക്ക് വേണ്ടിയല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ അന്തസ്സിലും വിമോചനത്തിനും വേണ്ടിയുള്ളതാണ്. ഈ സംഘർഷത്തിന്റെ കനൽ ലോകം മുഴുവൻ പൊള്ളിക്കുമ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം അധിനിവേശ ശക്തികൾക്കുണ്ട്. ഇറാൻ വെച്ചുനീട്ടുന്ന സമാധാനം ഭീതിയുടേതല്ല, മറിച്ച് നീതിയുടേതാണ്. ഗാസയിൽ നിരപരാധികളെ കൊന്നൊടിക്കുന്നത് അവസാനിപ്പിക്കാതെയും ഇറാന്റെ അതിർത്തികളെ ബഹുമാനിക്കാതെയും പശ്ചിമേഷ്യയിൽ ശാശ്വതമായ ശാന്തി സാധ്യമല്ല. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആയുധബലത്തിനു മുന്നിൽ തളരാതെ സ്വന്തം മണ്ണിനായി പൊരുതുന്ന ഒരു ജനതയുടെ നിശ്ചയദാർഢ്യം ലോകക്രമത്തെ തന്നെ മാറ്റിയെഴുതുകയാണ്. ഭീഷണികൾ കൊണ്ട് ഇറാന്റെ പോരാട്ടവീര്യത്തെ അടിച്ചമർത്താനാവില്ലെന്നത് പാശ്ചാത്യ ശക്തികളുടെ വ്യാമോഹം മാത്രമാണ്. നീതി അധിഷ്ഠിതമായ ഒരു പുതിയ പുലരിക്കായി പശ്ചിമേഷ്യ കാത്തിരിക്കുകയാണ്. അവിടെ അധിനിവേശത്തിന്റെ ഇരുളകന്ന് സ്വാതന്ത്ര്യത്തിന്റെ സൂര്യപ്രകാശം പരക്കുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു.